ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഫൊറിയർ ഇൻ്റഗ്രലിനെ പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അപ്പോൾ ഇത് KTVയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നെടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറയുന്നത്: എഫ് ഓഫ് എക്സ് ഒരു പീസ് വൈസ് ഫംഗ്ഷൻ ആയിട്ടാണ് തന്നിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഇഫ് മോഡുലസ് എക്സ് ലെസ് ദാൻ 1, 0 ഇഫ് മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 2. ഹെൻസ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി സൈൻ ഒമേഗ കോസ് ഒമേഗ എക്സ് ബൈ ഒമേഗ ഇൻറ്റു ഡി ഒമേഗ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഇൻ്റഗ്രലാണ്. ഓക്കെ, അപ്പോൾ ആ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ള ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ് തന്നിട്ടുള്ളത് അല്ലേ. അതായത് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ഇഫ് മോഡ് എക്സ് ലെസ് ദാൻ 1. മോഡ് എക്സ് ലെസ് ദാൻ 1 എന്ന ഇൻഇക്വാളിറ്റി നമ്മൾ +1 +2 ടൈമിൽ പഠിച്ചത്. മോഡ് എക്സ് 1 ഈസ് മോഡ് എക്സ് ലെസ് ദാൻ 1 ഈസ് ഈക്വൽ ടു -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1. ഓക്കെ, അപ്പോൾ -1 തൊട്ട് 1 വരെ എന്തായിരിക്കും മോഡ് എക്സ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ്. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? 0 ഇഫ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഇനി അതുപോലെ നമ്മൾ പഠിച്ച വേറൊരു കണ്ടീഷനാണ് മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1. മോഡ് എക്സ് ഗ്രേറ്റർ ദാൻ 1 കൊണ്ട് ഇംപ്ലൈ ചെയ്യുന്നത് എക്സ് ലെസ് ദാൻ -1ഉം എക്സ് ഗ്രേറ്റർ ദാൻ 1ഉം ആണ്. ഓക്കെ, ഇത് രണ്ടും, അതായത് ഇതും നോട്ട് ചെയ്യേണ്ട രണ്ട് പോയിൻറ്റ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു ഐഡൻറ്റിറ്റി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഇൻ്റർവെൽ എടുക്കുന്നു. ഓക്കെ, ഇവിടെ -∞, ഇവിടെ -1, ഇവിടെ 0, ഇവിടെ 1, ഇവിടെ ഇൻഫിനിറ്റി. ഓക്കെ, അപ്പം ഇത് പറഞ്ഞത് പ്രകാരം -∞ തൊട്ട് 1 വരെ, -∞ തൊട്ട് -1 വരെ എന്താ എഫ് ഓഫ് എക്സ് 0 ആണ് അല്ലേ. അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എക്സ് ലെസ് ദാൻ -1ലും എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോഴും എഫ് ഓഫ് എക്സ് എന്തായി മാറും? എഫ് ഓഫ് എക്സ് 0 ആയിട്ട് മാറും അല്ലേ. അപ്പം അത് പ്രകാരം എഫ് ഓഫ് എക്സ് 0 ആണ്. ഇനി -1 തൊട്ട് 1 വരെ -1 തൊട്ട് 1 വരെ എഫ് ഓഫ് എക്സ് എന്താണ്? 1 ആണ് അല്ലേ. ഇവിടെ നോക്ക്, അതല്ലേ ഈ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി പറയുന്നത്. നോക്ക്, -1 ടു എക്സ് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 വരെ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് 1 ആണ്. കണ്ടോ, എഫ് ഓഫ് എക്സ് 1 ആണ് ആ ഒരു ഇൻ്റർവെല്ലിൽ. ഓക്കെ, ഇത് പറയാൻ കാരണം അടുത്ത് വരുന്ന ഇൻ്റഗ്രേഷനിൽ ഇത് യൂസ്ഫുള്ളാണ്. ഇനി അടുത്തത് 1 ടു ഇൻഫിനിറ്റി വരെ എന്താ? എഫ് ഓഫ് എക്സ് 0 ആണ് അല്ലേ. എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ നോക്കുക, എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്താ? 0 ആണ്. ഓക്കെ, അപ്പം ഇനി നമുക്കറിയാം ഒരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി എ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് പ്ലസ് ബി ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ എന്നല്ലേ റെപ്രസെൻ്റ് ചെയ്യുന്നത് നമ്മളൊരു ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ. അങ്ങനെ വരുമ്പോഴേക്കും നമുക്കറിയാം എ ഒമേഗയും ബി ഒമേഗയും കണ്ടുപിടിക്കണം അല്ലേ. എ ഓഫ് ഒമേഗ ഈക്വൽസ് ടു, അതിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ്. അത് അറിയാത്തവർ ആ വീഡിയോ കാണുക. ഓക്കെ, എ ഒമേഗ എന്ന് പറയുന്നത് -∞ ടു ഇൻഫിനിറ്റി കോസ് ഒമേഗ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്. ഇവിടെ ഡി എക്സ് ആണ് വേരിയബിൾ. എന്നാൽ ഫൊറിയർ മെയിൻ ഇൻ്റഗ്രലിൽ ഒമേഗയാണ് വേരിയബിൾ. എന്നാൽ കോഎഫിഷ്യൻസിൽ ഡി എക്സ് ആണ് വേരിയബിൾ. ഓക്കെ, അത് മാറിപ്പോവരുത്. ഒമേഗ എക്സ് മാറിപ്പോകരുത്. കോഎഫിഷ്യൻസിന് എക്സും ഇൻ്റഗ്രലിന് ഒമേഗയുമാണ്, ഫ്രീക്വൻസിയുമാണ് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമുക്കിനി ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്തല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, ഇതൊരു പീസ് വൈസ് ഫംഗ്ഷനാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം -∞ ടു -1 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. നമുക്കറിയാം -∞ ടു -1 വരെ എഫ് ഓഫ് എക്സ് എന്താ? -∞ ടു -1 വരെ എഫ് ഓഫ് എക്സ് എന്താ? കണ്ടോ, -∞ ടു -1 വരെ എഫ് ഓഫ് എക്സ് ഈസ് 0. അങ്ങനെ വരുമ്പോഴത്തേക്കും 0 ഇൻറ്റു
കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0 അല്ലേ. 0 ഇൻറ്റു സംതിങ് ഈ 0. അപ്പം ആ ഇൻ്റഗ്രൽ മാറി. ഇനി അടുത്തത് പ്ലസ് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ. ഇനി -1 തൊട്ട് 1 വരെയാണ്. നമുക്കറിയാം -1 തൊട്ട് 1 വരെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താ, 1 ആണ്. അങ്ങനെ ആകുമ്പോഴേക്കും എഫ് ഓഫ് എക്സ് 1 ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് അല്ലേ. ഇതെങ്ങനെ വരും, ഇതെന്തിന് ഈക്വലാണ്, ഇത് 1/π ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് -1 to 1 കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് ആണ്, വിച്ച് ഈസ് ഈക്വൽസ് ടു 1/π ഇൻറ്റു പൈ ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എക്സ് -1 to 1 ആണ്. അത് ഞാൻ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. 2/π ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ എന്നാണ് അതിൻ്റെ വാല്യൂ. ഓക്കെ, അതിൻ്റെ വാല്യൂ അങ്ങനെ അതാണ് അതിൻ്റെ വാല്യൂ. ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ ഇതാണ്. ഓക്കെ, ഇനി അടുത്തത് എന്താ, ഇനി അടുത്തത് 1/π ഇൻറ്റു 1 to ഇൻഫിനിറ്റി. 1 to ഇൻഫിനിറ്റിയിൽ എഫ് ഓഫ് എക്സ് എന്താ, 0 ആണ്. സിൻസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഇഫ് മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 1. ഓക്കെ, അങ്ങനെ വരുമ്പോൾ കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് എന്തായി മാറും, 0 ആയിട്ട് മാറും. അപ്പം എ ഒമേഗ എന്ന ടോട്ടൽ ഇൻ്റഗ്രൽ, അപ്പോൾ എ ഒമേഗ -∞ to ഇൻഫിനിറ്റി എന്താ, കോസ് ഒമേഗ എക്സ് ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ പൈ എന്തായിട്ട് മാറും, വെറും 2/π ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ആയിട്ട് മാറും. ബാക്കി രണ്ട് ഇൻ്റഗ്രലും 0 ആയിട്ട് പോകും. ഓക്കെ, അതുപോലെ തന്നെ അതുപോലെ സെയിം ലിമിറ്റ് കണ്ടീഷൻസ് തന്നെയാണ് ബിക്കും. അപ്പോൾ ബിയും നമുക്ക് സിമ്പിളായിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. -1 to 1 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ബാക്കി രണ്ട് ഇൻ്റർവെല്ലിലും എഫ് ഓഫ് എക്സ് 0 ആയതുകൊണ്ട് ആ ഇൻ്റഗ്രൽസ് എന്തായിട്ട് മാറും, അല്ലെങ്കിൽ ആ ഏരിയ അണ്ടർ ദ കർവ് 0 ആയിട്ട് തന്നെ മാറും. അതുകൊണ്ട് നമ്മൾ -1 to 1 മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതെന്തായിട്ട് മാറും, ഇനി അടുത്ത് സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ് എന്ന് വരും. ഓക്കെ, അത് 0 ആണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. അത് 0 ആയിട്ടാണ് അതിന് ഉത്തരം കിട്ടുന്നത്, കാരണം അത് സിമെട്രിക് ആണ്. ഓക്കെ, അതിന് ഉത്തരം 0 ആണ്. ഓക്കെ, അല്ലെങ്കിൽ അത് ചെയ്ത് കാണിക്കാം. 1/π ഇൻറ്റു സൈൻ എക്സിൻ്റെ മൈനസ് ഓഫ് കോസ് ഒമേഗ എക്സ് ആണ്. ഇത് -1 to 1 ഇൻ്റഗ്രേറ്റ് ചെയ്താൽ -1/π ഇൻറ്റു മൈനസ് വെളിയിലെടുത്തു കോസ് ഒമേഗ മൈനസ് കോസ് ഒമേഗ എക്സ് എന്ന് കിട്ടും. അത് 0 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ്, അത് ആ ഫംഗ്ഷൻ്റെ ഫൊറിയർ ഇൻ്റഗ്രൽ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി 2/π ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഇൻറ്റു ഡി ഒമേഗ പ്ലസ് ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി ഇൻറ്റു 0 ഇൻറ്റു സൈൻ ഒമേഗ എക്സ് ഇൻറ്റു ഡി എക്സ്. ഓക്കെ, ഇങ്ങനെ ഇത് ഈ ഭാഗം 0 ആണ്, ഈ ഭാഗം 0 ആണ്. അങ്ങനെ എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറും, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് എന്തായിട്ട് മാറും, 2/π ഇൻറ്റു ക്വസ്റ്റ്യനിൽ തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള എന്തായിട്ട് മാറും, ഇൻ്റഗ്രൻ്റായിട്ട് മാറും. ഇതാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആ π/2 അപ്പം അതെന്തായിട്ട് മാറും, ആ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞ സാധനം π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ 0 to ഇൻഫിനിറ്റി സൈൻ ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ എക്സ് ഡി ഒമേഗ ബൈ ഒമേഗ. അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ π/2 ഇൻറ്റു എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് ആക്ച്വലി എന്താ, എഫ് ഓഫ് എക്സ് ഒരു പീസ് വൈസ് ഫംഗ്ഷനാണ് അല്ലേ. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1
1 if mod x less than 1, 0 if mod x greater than 1 അല്ലേ. അപ്പോൾ π/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായി എന്താ പറ്റുന്നത്, ഇവിടെ π/2 കൊണ്ട് ആ ഫംഗ്ഷൻ കംപ്രസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ലിമിറ്റ്സിനും അല്ലെങ്കിൽ ഡൊമൈനിലൊന്നും മാറ്റമില്ല, ജസ്റ്റ് ആ ഫംഗ്ഷൻ്റെ വാല്യൂവിന് മാത്രമേ മാറ്റം വരത്തുള്ളൂ. ഓക്കെ, അപ്പം π/2 ആണ്. പക്ഷേ ഇനി ആൻസർ എഴുതുമ്പോൾ ഒരിക്കലും π/2 എന്ന് എഴുതി വെക്കരുത്. π/2 അല്ല ഉത്തരം, π/4 ആണ് ഉത്തരം. ഓക്കെ, ഇതാണ് ഉത്തരം. കാരണം എന്താ? കാരണം നമ്മൾ ഫസ്റ്റ് സെമിസ്റ്ററിൽ ഫൊറിയർ ഇൻ്റഗ്രൽ ഫൊറിയർ സമ്മേഷൻ സീരീസ് പഠിച്ചപ്പോൾ നമ്മൾ അതിലൊരു കാര്യം പഠിച്ചു അല്ലേ, എന്താ ഡെറിക്ലെറ്റ്സ് ലോ എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഡെറിക്ലെറ്റ്സ് ഫോം എന്നാണ് പറയുന്നത്. അത് പറയുന്നതനുസരിച്ച് ഇപ്പോൾ ഒരു ഫംഗ്ഷൻ ഇവിടെ f(x) 1ൽ ഡിസ്കണ്ടിന്യൂസ് ആണ് അല്ലേ. എഫ് ഓഫ് 1ൽ എന്താ, 2 വാല്യൂസാണ് ഫംഗ്ഷൻ തന്നിട്ടുള്ളത്, π/2 0. അങ്ങനെ വരുന്ന കേസിൽ ആ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്ന പോയിൻ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ആ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്നത് ഹാഫ് ഇൻറ്റു റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആവറേജിലോട്ടാണ് ആ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്നത്. അപ്പം അപ്പം എന്താ നോക്കേണ്ടത്, f(1) പ്ലസ് f(1) മൈനസ് ഇത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഇത് റൈറ്റ് ഹാൻഡ് ലിമിറ്റുമാണ്, ബൈ 2 അവിടെ ഇട്ടിട്ടുണ്ട്. അതായത് ഹാഫ് ഇൻറ്റു എഫ് ഓഫ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 1, അതാണ് റൈറ്റ് സൈഡ് ഓഫ് ദ ഫംഗ്ഷൻ, അല്ലെങ്കിൽ ആ പോയിൻറ്റിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ മോഡുലസ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. അപ്പോൾ എന്താ 0 പ്ലസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താ, ആ പോയിൻറ്റിലെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് π/2 ആണ്. ഓക്കെ, π/2/2. അപ്പോൾ ആൻസർ എന്തായിട്ട് വരും, ആൻസർ π/4 ആയിട്ട് വരും. π/4 ആണ് ആൻസർ, π/2 അല്ല. ഈ ഒരു ലോ എപ്പോഴും ഓർമ്മ വേണം, ഡെറിക്ലെറ്റ്സ് ലോ ആണ്. അതിപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു പോയിൻറ്റിൽ ഡിസ്കണ്ടിന്യൂസ് ആണെങ്കിൽ ആ പോയിൻറ്റിൻ്റെ റൈറ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റിൻ്റെയും ആവറേജിലോട്ടാണ് ആ ഫംഗ്ഷൻ കൺവേർജ് ചെയ്യുന്നത്. ആ പോയിൻ്റാണ് ആ ഒരു ഇൻ്റഗ്രലിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.